ഇവളുമാരെയൊക്കെ ശല്യം കാരണം ബസ്സിൽ കയറാൻ പറ്റുന്ന ഒരു അവസ്ഥ എത്തിയിരിക്കുകയാണ്. ആ ഒരു വീഡിയോയിൽ അവിടെ ഇരിക്കുന്ന ആള് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല, ഇവളടുത്ത് മോശമായിട്ട് പെരുമാറുക ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ ഒരു ഫേസ് ബ്ലർ ചെയ്ത് കാണിച്ചിരിക്കുന്നതിൻ്റെ കാര്യം അയാളുടെ ഐഡന്റിറ്റി പുറത്തുവരുന്നുള്ളതൊന്നുമല്ല. അയാളുടേതായിട്ട് കാര്യമൊക്കെ നോക്കി ജോലിക്കൊക്കെ പോയിട്ട് അയാളുടേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവള് വീഡിയോ എടുത്ത് അതറിയാതിരിക്കാൻ വേണ്ടി ബ്ലർ ചെയ്തൊരു പരിപാടിയാണ്. ചേച്ചി ഒന്ന് റീച്ച് ആവാൻ വേണ്ടി കാണിച്ച പരിപാടിയാണ്, പക്ഷേ ചീറ്റിപ്പോയി. ഒരു സെയിം ഡേ ഇപ്പോൾ റീച്ച് ആയ ഒരുപാട് വീഡിയോസ് നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടു. അതിലെല്ലാം കോമൺ ആയിട്ടുള്ള പോയിന്റ് ഇവർ അപ്പോഴൊന്നും പ്രതികരിക്കത്തില്ല. അപ്പോൾ വീഡിയോ എടുത്ത് വെച്ച് വീട്ടിൽ ചെന്നിട്ട് അവർക്ക് അപാരതായിരുന്നു പ്രതികരിക്കും. പിന്നെ എവളുമാരെങ്കിലും ഇതുപോലെ ബസ്സിരുന്ന് ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നെങ്കിൽ അതിലോട്ട് നോക്കാം. നിങ്ങളുടെ വീഡിയോസ് ഇതിനൊക്കെ ആരെങ്കിലും ഒക്കെ ബസ്സിരുന്ന് എടുക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത് ഫോൺ വായിച്ച് ഡിലീറ്റ് ചെയ്തതിനു ശേഷം മാത്രം എടുക്കും. അല്ലെങ്കിൽ പല രീതിക്ക് വളർച്ചിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ഈ ഒരു കേസിൽ അപ്പൂപ്പൻ്റെ ഫേസ് ഒന്നും കാണിച്ചിട്ടില്ലെന്നൊക്കെ പറഞ്ഞാലും അയാൾ അറിയാവുന്നവർക്ക് മനസ്സിലായി കാണും അയാളാണെന്ന്. ഇൻസ്റ്റാഗ്രാം പോലും ഇല്ലാത്ത ആ പാപം വീട്ടിൽ ചെന്നപ്പോൾ തുടുപ്പിട്ട് അടി വാങ്ങിച്ചായിരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടേണ്ടി വന്നിട്ടുള്ളത്. ഒരു വീഡിയോ ഇട്ട് റീച്ച് ആയി, ഇതേ പാട്ടൊക്കെ കയറ്റി അടുത്ത വീഡിയോ. ആമ്പിളറെല്ലാം റേപ്പിസ്റ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അതൊരു പക്ഷേ അവരുടെ വീട്ടുകാരും പറയുന്നതായിരിക്കും. ആ റേപ്പിസ്റ്റ് ഗാങ്ങിൽ എന്തായാലും നമ്മളൊന്നുമില്ല. നിങ്ങൾക്ക് റീച്ച് ആവണമെന്ന് അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ നിങ്ങളെ വീട്ടുകാരെയൊക്കെ വിളിച്ചിരുത്തി വീഡിയോ ആഡ് ചെയ്യുക, അല്ലാതെ മറ്റുള്ള ലൈഫ് വെച്ചല്ല കളിക്കേണ്ടത്. ഇതുപോലെ പലവളുമാരും കരഞ്ഞു മെഴുകിയിരുന്ന പല വീഡിയോസും, ഈവൻ ഫോൺ വിളിച്ചിരുന്ന് കരയുന്നത് പോലും വേറെ ഫോൺ വെച്ച് ഇങ്ങനെ വീഡിയോ എടുക്കാൻ നിങ്ങൾ കണ്ടുപിടിക്കും. വെറും റീച്ചിന് വേണ്ടിയുള്ള പട്ടി ഷോകൾ മാത്രം. ഈ വീഡിയോ എത്തേണ്ടവരായിട്ടൊക്കെ എത്തിച്ച് അവരെ കുടുംബക്കാരെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ അവളെ പേരിൽ കേസ് കൊടുക്കണം ഞാൻ താഴ്മയെ അഭ്യർത്ഥിക്കുന്നു. ബസ്സിൽ വെച്ചാൽ ഈ പ്രശ്നം നടന്നുകൊണ്ട് ഞാൻ എന്തായാലും ഗണേഷ് കുമാർ അണ്ണനെയൊക്കെ ടാഗ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുന്നവരൊക്കെ മെൻഷൻ അടിച്ച് ഈ പരിപാടി ഇന്നത്തോടെ നിർത്തണം. ഇതിലും വലിയ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ ഓരോ പയ്യന്മാരും ഇവിടെ കടന്നു പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇതുകൂടെ ഡീൽ ചെയ്യാൻ വേണ്ടി നമുക്ക് സമയമില്ല. ഞാൻ ഇങ്ങനെയൊക്കെ എൻ്റെ ബയോയിൽ എഴുതി വെച്ചേക്കുന്നത് എനിക്ക് പട്ടിഷോ ആയതുകൊണ്ടോ എനിക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ടോ അല്ല. ഓർമ്മയുണ്ടോ ഒരു ദിവസം പൂക്കൾ നിറഞ്ഞ ഷർട്ടിട്ടുകൊണ്ട് വന്നത്? ഇളം കാറ്റ് ജയേഷിന്റെ മുടിയിലൂടെ തട്ടിത്തടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അന്ന് ഞാൻ തീരുമാനിച്ചത് ഈ നായരുകുട്ടിയെ ഒരുത്തിക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല. ആദ്യമൊക്കെ ഒരു ബൈക്കിന്റെ കാര്യം അതിന്റെ കാര്യം ഇതിന്റെ കാര്യമൊക്കെ തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. പിന്നെ അതിന് ആറി സിംഗിളാണോ, ഉറങ്ങിയോ, കിടന്നോ, വീഡിയോ കാലം വിളിക്കട്ടെ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് എനിക്കൊരുത്ത മെസ്സേജ് 25,000 വരെ തരാമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ചുമ്മാ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ എടുത്ത് എനിക്ക് തന്നെ ഇമാതിരി മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ ഒരു ബോഡി ബിൽഡറിന്റെ ഒക്കെ അവസ്ഥ നിങ്ങളെ ഒന്ന് ആലോചിച്ചു. ആൻഡ് മാക്സിമം രാത്രിയുള്ള ഒറ്റയ്ക്കുള്ള കറക്കമൊക്കെ ഒഴിവാക്കുക. പിന്നെ ചിലവന്മാർ ഞാൻ ബോഡി ബിൽഡറാണ്, ഞാൻ ഫൈറ്റർ ആണെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി നടക്കും. ഇവന്മാർക്കൊക്കെ മെന്റലി കുഴപ്പം മാത്രമേ ഉള്ളൂ, ഫിസിക്കലി ഒരു കുഴപ്പമില്ല. പിച്ച് ചീന്തി ഏതെങ്കിലും ആറ്റിലോ തോട്ടിലോ കിടക്കും. ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ചിലവന്മാർക്ക് ഇങ്ങനെ പ്രശ്നം വന്നാൽ പോലീസിനെയൊക്കെ വിളിച്ച് രക്ഷപ്പെടാൻ തോന്നും. അവിടെയുണ്ട് ഇവന്മാർ. രാത്രിയൊക്കെ അവന്മാരുടെ കഴിച്ചെന്ന് പെടുന്ന ഒരു അവസ്ഥ നിങ്ങൾ തന്നെ ആലോചിക്കുക. ബൈ ബൈ.